ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ അടുക്കളയിൽ നിന്നും ഓടി ക്യാമറയായിട്ട് വന്നത് ഈ ഹെൽമെറ്റും വെച്ച് പൂ പൊട്ടിക്കാൻ നടക്കണം നമ്മുടെ മിക്കുവിനെ കണ്ടപ്പോൾ ശരിക്കും ഒരു കൗതുകം തോന്നി. അങ്ങനെ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ഒരുപാട് ചെണ്ടുമല്ലി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മഞ്ഞ കളർ കുറവാണ്, അത് ഒരു തൈ മാത്രമേ ഉള്ളൂ. പക്ഷേ ഓറഞ്ച് നിറത്തിലുള്ളത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ സ്ഥലത്തൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് ഈ ഒരു ചെണ്ടുമല്ലി നട്ടുപിടിപ്പിച്ചതൊക്കെ ആകെ നാശമായി പോയിട്ടുണ്ടെന്ന്. പക്ഷേ ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവസാനം പൂവിൻ്റെ ആ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് പിന്നെ കാറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് പൂവുണ്ടായി നിൽക്കുന്ന ആ ഒരു ചെണ്ടുമല്ലിയുടെ ചെടിയൊക്കെ ഇതേപോലെ ഒടിഞ്ഞു വീണു തുടങ്ങി. അപ്പോൾ ആ ഒടിഞ്ഞേമെന്ന് നോക്കിയിട്ട് കുറേയൊക്കെ ചേട്ടനും പിള്ളേരും എല്ലാവരും കൂടി പൊട്ടിച്ചെടുക്കുകയാണ്. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീനി നാശമായി പോകും. പിന്നെ ഞങ്ങൾക്കത് ഓണത്തിന് വലിയൊരു പൂക്കൾ ഇടാനായിട്ട് പറ്റില്ല, ഓണത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം പിള്ളേർക്ക് വെക്കേഷനൊക്കെ ആയി. അപ്പോൾ ഇന്നേ തന്നെ വലിയൊരു പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം കുറേ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. ചെണ്ടുമല്ലി ഓറഞ്ച് കളറിലുള്ളതാണ് കൂടുതലുള്ളത്. മഴച്ചാറ്റിലുണ്ടായിരുന്നു. പിള്ളേർക്ക് ഓൾറെഡി കുറേശ്ശെ ജലദോഷം ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തുപ്പി വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അവിടെ ഇരിക്കണ്ടായിരുന്ന ഹെൽമെറ്റ് വെച്ചിട്ട് ഇറങ്ങി. മിക്കു അത് രസകരമായിട്ട് തോന്നി കേട്ടോ. പിന്നെ ജോകുട്ടൻ നമ്മുടെ തൊപ്പി വെച്ചിട്ട് ഇറങ്ങി. പക്ഷെ അവൻ ഇങ്ങനെ ഇവർ പൊട്ടിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കൂടുതലും ചെയ്തത്. മിക്കു അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു പറമ്പിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇത്രയും പൊട്ടിച്ചിട്ടുണ്ട്. മുഴുവൻ പൊട്ടിച്ചിട്ടില്ല, കുറച്ച് അവിടെ തന്നെ നിർത്തി. കുറേ ചാഞ്ഞ് വീണത് മാത്രമാണ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ. കാർപോച്ചിലാണ് കേട്ടോ നമ്മൾ പൂക്കളം ഇടുന്നത്. അപ്പോൾ 2 വണ്ടികൾ അവിടെ കിടപ്പുണ്ട്, അപ്പച്ചൻ്റെയും ചേട്ടൻ്റെയും. അപ്പോൾ അതെല്ലാം ചേട്ടൻ മാറ്റി. പിന്നെ അവിടെ കുറേ വെള്ളമൊക്കെ ചവിട്ടി കയറിയിട്ട് ആകെപ്പാടെ ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ജസ്റ്റ് ഓസൊക്കെ വെച്ചിട്ട് അവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കി. ആ ഒരു നേരം കൊണ്ട് പിള്ളേർ രണ്ടാളും കൂടിയിട്ട് അവിടുത്തെ ചെരുപ്പുകളും അതുപോലെ തന്നെ ജോകുട്ടൻ്റെ സൈക്കിൾ അങ്ങനെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചു കൊടുത്തു. പിന്നെ ശരിക്കും പൂക്കളം ഇടുന്നത് ഇതുപോലെ ഒന്നല്ല കേട്ടോ. ശരിക്കും നിലമൊക്കെ വൃത്തിയാക്കി നല്ലപോലെ ക്ലീൻ ചെയ്ത് കളിമണ്ണിൻ്റെതോ എന്തോ വെച്ചിട്ടാണ് തോന്നുന്നു, എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. എന്നിട്ട് അതിന് മേലെ ചാണകം എഴുതിട്ടൊക്കെ പൂക്കൾ ഇടുന്നത് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അമ്മയുടെ ഓർക്കിഡിൽ ഉണ്ടായിട്ടുള്ള 2-3 നല്ല വലിയ പൂക്കൾ കാണിച്ചു തരാം. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഈ മഴത്തുള്ളികളും കൂടി അതുമ്പോൾ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഭംഗി. നമ്മൾ ഈ റോസാപ്പൂവിലൊക്കെയാണ് ഇങ്ങനെ മഴത്തുള്ളികൾ നിന്നിട്ട് കാണാനായിട്ട് ഒരു ചന്തം തോന്നിയിട്ടുള്ളത്. 2 വെറൈറ്റി കളറുകളും കൂടി ആയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ആ പൂക്കൾ കാണാനായിട്ട്. ഇതിനിടയിൽ പിള്ളേർ ആ ഒരു ചെണ്ടുമല്ലിയൊക്കെ ഇങ്ങനെ പിച്ചി സെപ്പറേറ്റ് ആക്കി ഇതളുകളൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. അതിനിടയിൽ അപ്പച്ചൻ അവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. കാർപോർച്ച് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ വഴിക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ കൂടുതലും ഈ ഒരു കാർപോർച്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇടാറ്, മഴ പെയ്താലും പെയ്തില്ലെങ്കിലും. പിന്നെ ഇന്ന് നല്ലോണം മഴച്ചാറ്റിലൊക്കെ ഉണ്ട്. അങ്ങനെ പൂക്കൾ പകുതിയോളം അമ്മയും ജോക്കുട്ടനും കൂടി ഇട്ടു. ഇതിനിടയിൽ മിക്കു പിണങ്ങിപ്പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പച്ചൻ ജോക്കുട്ടനും കൂടി ഇട്ടു. അമ്മയ്ക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. എൻ്റെ അടുക്കളയിലത്തെ ഏകദേശം പണികൾ തീർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വെച്ചിട്ടുള്ളത് ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഉപ്പേരി വെച്ചു. ഇവിടെ മിക്കപ്പോഴും ഏകദേശം ഒരു ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 2-3 ദിവസം 3 ദിവസമെങ്കിലും ഈ ബീട്രൂട്ടും ക്യാരറ്റും ഞാനിവിടെ ഉപ്പേരി വയ്ക്കും. പിന്നെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും ബീട്രൂട്ടും കുറേ ശൈലി ആഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ആ ഒരു കളറ്. പിന്നെ ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് ഒരു ചാറുകറി ആക്കിയിട്ട് മീൻ കറി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ അടുക്കളയിലത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അരി അടപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ, അത് വേവുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ പകുതിയോളം അവൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ കടയ്ക്ക് പോകാൻ സമയമായിടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പച്ചൻ ഇവിടെ ഇരുന്നോ, ഞാൻ കടയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ കടയ്ക്ക് പോയി. ആ നേരം കൊണ്ട് അവനെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനിടയിൽ ഒരാൾ ഇവിടെ ഇരുന്ന് പിണങ്ങിയിട്ട് കാർട്ടൂൺ ഇരുന്ന് കാണുന്നത് കണ്ടോ. പൂക്കൾ എല്ലാം പിച്ചി ചീന്തി വെച്ചപ്പോൾ അതും അമർത്തിയതിന് ചീത്ത പറഞ്ഞു. അതിനാണ് അവനവിടെ പിണങ്ങിയിരിക്കുന്നത്. അങ്ങനെ എൻ്റെ അടുക്കളയിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജോക്കുട്ടനെ സഹായിക്കാനായിട്ടിരുന്നു. ഇതേപോലെ ചെണ്ടുമല്ലി ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തു. അവനത് വട്ടത്തിൽ വേറെ ഡിസൈനൊന്നുമില്ല, വട്ടത്തിൽ ഇടാന്ന് പറഞ്ഞു. പിന്നെ പല നിറത്തിലുള്ള ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് അവൻ വെച്ച് കൊടുത്തു. അപ്പോൾ അതെല്ലാം വട്ടത്തിൽ വെക്കുകയാണ്. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് കളിക്കാനായിട്ട് വരും. അപ്പോൾ അവനും പൂക്കളിടാനായിട്ട് സഹായിച്ചു. ഇതിനിടയിൽ മസിലൊക്കെ നോക്കി നിൽക്കുന്ന മിക്കുവിനെ നമുക്ക് കാണാം. അപ്പോൾ ലാസ്റ്റ് ലെയർ ഇതേപോലെ വട്ടത്തിലൊരു ഇലയുണ്ട്, അതങ്ങനെ വെച്ചിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണപ്പൂക്കളം ഇതാണ്. എപ്പോഴും ഏതെങ്കിലും ഒരു സമയത്ത്, മിക്കവാറും തിരുവോണത്തിൻ്റെ സമയത്ത് ഇതേപോലെ വലിയൊരു ഓണപ്പൂക്കളം ഞങ്ങൾ ഇടാറുണ്ട്. മിക്കപ്പോഴും തിരുവോണത്തിൻ്റെ സമയത്താണ് ഇടാറ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ ഇട്ടുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പൂക്കളം? അടിപൊളിയല്ലേ? സിമ്പിളാണ്. വട്ടത്തിൽ വെച്ചൊരു സിമ്പിളായിട്ടുള്ള ഒരു ഓണപ്പൂക്കളം. അപ്പോൾ നിങ്ങളുടെ ഓണൊക്കെ എവിടം വരെ എത്തി? കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.